പ്രതീക്ഷയിൽ സമയം വൈകിയത് അത് എത്ര താമസിച്ചുകൊണ്ടാണ് ഇവിടെ എത്തിയത്. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് അള്ളാഹുവിൻ്റെ മഹദ് ഫദ്ലുകൊണ്ട് ശൈഖുന ചപ്പാരപ്പടവ് ഉസ്താദിൻ്റെ പ്രാർത്ഥന കൊണ്ടും നസീഹത്ത് കൊണ്ടും നാം ആരംഭിച്ച ഈ വർഷത്തെ നിലാമുറ്റം മഖാമുൽ ഹുസ്ൻ ശൈഖുന അബ്ദുൽ ബാരി ഉസ്താദിൻ്റെ കൂട്ടുപ്രാർത്ഥനയോടുകൂടി നമ്മുടെ ഈ വർഷത്തെ ഉറൂസ് അവസാനിക്കുകയാണ്. നാളിതുവരെയുള്ള ഈ ദിവസങ്ങളിൽ കമ്മിറ്റിയുമായി സഹകരിച്ച സഹായിച്ച പ്രത്യേകിച്ച് നിരന്തരമായ പ്രവർത്തനത്തിൽ കൂടി നമ്മുടെ കർമ്മധീരരായ വളണ്ടിയേഴ്സ് പ്രകടിപ്പിച്ച സഹായം കമ്മിറ്റി സ്നേഹപൂർവ്വം സ്മരിക്കുകയും എല്ലാവിധ അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. മഹല്ല് ഒരു പരിധി നിശ്ചയിക്കപ്പെട്ട ഒരു പ്രദേശത്തിൻ്റെ ആ പ്രദേശത്ത് താമസിക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വൈവിധ്യം നിറഞ്ഞ വിവിധതരം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വേദിയാണ് മഹല്ല്. ഇരിക്കൂർ മഹല്ല് ഈ മഹല്ല് നിവാസികളുടെ ആഹാരം വ്രണപ്പെടുത്തി എന്തെങ്കിലും വാങ്ങണം എന്ന നിയത്തല്ല കമ്മിറ്റിക്കുള്ളത്. അറിഞ്ഞ് ചെയ്യുന്നൊരു സമൂഹം ഇവിടെ ഉണ്ട് എന്ന വിശ്വാസപ്രകാരമാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പക്ഷെ വേണ്ടതുപോലെ ഇതുവരെയുള്ള കണക്ക് പ്രകാരം ഈ സംവിധാനം ഇത് നടത്തിപ്പ് മാത്രം ഏകദേശം 8-9 ലക്ഷം രൂപ ചെലവാണ് വരിക. നാളെ ഇതുവരെയുള്ള കഴിഞ്ഞ കാലങ്ങളുടെ കണക്കിന് പ്രകാരം നമുക്ക് ഇവിടെ കിട്ടിയത് വളരെ തുച്ഛമായ സംഭാവനകളാണ്. വളരെ തുച്ഛമായ സംഭാവനകളാണ്. ഇവിടെ വരുന്ന ആളുകൾ മനസ്സറിഞ്ഞ് നമ്മുടെ മഹല്ലിന്റെ സ്ഥാപനമാണ് നടക്കേണ്ടത്. 180 ദീനിന്റെ ഖാദിമുകൾക്ക് ശമ്പളം കൊടുക്കേണ്ട സംവിധാനമാണ്. 1052 സ്ഥാപനങ്ങൾ പരിപാലിക്കേണ്ട സംവിധാനമാണ് എന്നാലോചിച്ച് നിങ്ങളൊരു 100 രൂപ ഒരു ദിവസം ബക്കറ്റിലിട്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ചെലവുകൾ പരിഹരിക്കാൻ സാധിക്കുമായിരുന്നു. നടന്നിട്ടില്ല. ഇന്നെങ്കിലും എല്ലാ ആളുകളും മനസ്സറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ബക്കറ്റ് ഒരു നല്ല എമൗണ്ട് നിക്ഷേപിച്ച് ഇതുമായി ബന്ധപ്പെട്ട എക്സ്പെൻസ് പരിഹരിക്കാനുള്ള വഴി നിങ്ങൾ കാണണം എന്ന് ഞാൻ ആമുഖമായി സൂചിപ്പിക്കുക. 24 500 വർഷം മുമ്പ് ആരംഭിച്ചതാണ് ഈ മഹല്ല് ഭരണം. ആദ്യത്തെ മഹല്ലിന്റെ പ്രസിഡന്റ് വടപ്പിനകൽ തറവാട്ടിലെ കുഞ്ഞി കമാൽ എന്ന് പറയുന്ന മഹൽ വ്യക്തിത്വമാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് 1966 ഓഗസ്റ്റ് 30-നാണ് ഭരണഘടനാ പ്രകാരം നമ്മുടെ മഹല്ല് റഹ്മാനിയ ദർസ് മാനേജിംഗ് കമ്മിറ്റി എന്ന പേരിൽ മഹല്ല് സംവിധാനം ഉയർന്നു വന്നത്. അതിന്റെ പ്രഥമ പ്രസിഡന്റ് പള്ളിപ്പാത്ത് മമ്മിക്കുട്ടി ഹാജി സാഹിബും സെക്രട്ടറി ക്രമത്തിൽ വിവിധ കാലങ്ങളിലായി ഈ മഹല്ലിന്റെ നേതൃത്വം ഏറ്റെടുത്ത KV മാമു ഹാജി സാഹിബ്, CVN കമാൽക്കുട്ടി ഹാജി സാഹിബ്,
കെ അബ്ദുൽസലാം ഹാജി സാഹിബ്, ടി സി ഇബ്രാഹിം സാഹിബ്, ടി സി അബ്ദുള്ള മാസ്റ്റർ, കെ ഹുസൈനാലി പോലുള്ള ആളുകൾ ഇതിന്റെ പ്രസിഡന്റും സെക്രട്ടറിയുമായി. അത് ഹുസൈനാലി സാഹിബ് ഒഴിച്ച് ബാക്കി എല്ലാവരും നമ്മിൽ നിന്നും യാത്ര പറഞ്ഞു പിരിഞ്ഞു. അല്ലാഹു അവരുടെ സേവനം കബൂൽ ചെയ്യുമാറാവട്ടെ. അവർക്ക് അല്ലാഹു സ്വർഗം പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. അവരുടെ യൗവനവും അവരുടെ വസന്തകാലവും ഈ മഹലിന് വേണ്ടി ചെലവഴിച്ചിട്ടാണ് അവർ കടന്നുപോയത്. അവര് ഒന്നും പ്രതീക്ഷിച്ച് നമ്മളിൽ നിന്ന് ഒരു പ്രാർത്ഥന മാത്രം. അതുകൊണ്ടാണ് എല്ലാ ആഘോഷത്തിലും എല്ലാ നിലാമുറ്റ മുറൂസിലും കഴിഞ്ഞ തലമുറയെ അനുസ്മരിക്കുന്നതും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അല്ലാഹു അവരെ കബൂൽ ചെയ്യുമാറാവട്ടെ. 1514 അഥവാ 510 കൊല്ലം മുമ്പാണ് ഈ ഇരിക്കുന്ന നിങ്ങളുടെയും എൻ്റെ ഒക്കെ തലമുറ ഇവിടെ താമസം തുടങ്ങിയത്. 510 കൊല്ലം മുമ്പ് താമസം തുടങ്ങി. ആ 510 മുതൽ 2024 വരെയുള്ള കണക്കുകൾ പ്രകാരം ഏകദേശം 32,000-ൽ പരം ആളുകൾ ഇന്നും മണ്ണറയിൽ കിടക്കുകയാണ്. ഇന്നുള്ള ജനസംഖ്യയേക്കാൾ കൂടുതലായ ആളുകൾ മരിച്ചു കിടക്കുക നമ്മുടെ കാരണമാണ്. അതിൽ പണ്ഡിതന്മാരുണ്ട്, സാമൂഹ്യ പ്രവർത്തകരുണ്ട്, സാംസ്കാരിക നായകന്മാരുണ്ട്, സാധാരണക്കാരുണ്ട്, സാമ്പത്തിക സൗകര്യമുള്ളവരുണ്ട്. എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വലിയ ഭാഗം മരിച്ചു കിടക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ കയ്യിൽ തലമുറക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അവരുടെ പാപങ്ങളെല്ലാം അല്ലാഹു പുറത്ത് സ്വർഗീയ ജീവിതത്തിൽ അല്ലാഹുവിന്റെ കൊണ്ട് അനുഗ്രഹീതമാവാൻ അല്ലാഹു സഹായിക്കുമാറാവട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നു.